നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഓൾറെഡി ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ക്യാൻഡിൽ നമ്മൾ വിപ്രോയിലാണ് എൻട്രി എടുത്തത്. ക്യാൻഡിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, താഴത്തേക്ക് വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഓർഡറായിട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. 120 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ 0.5% സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ താഴത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 261.65 ഇനി നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ മുകളിൽ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മളിത് ഇട്ടത്. അപ്പോൾ മുകളിലായിട്ട് 265.60 നമ്മളുടെ 1:2 ടാർഗറ്റ് ഓർഡർ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് കുറച്ച് ദിവസത്തേക്ക് 1:2 ബ്ലൈൻഡായിട്ട് നമുക്ക് റിസ്ക് റിവാർഡ് എടുക്കാം എന്നാണ് കരുതുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ചധികം ലോസിലാണ് നിൽക്കുന്നത്. സോ ദാറ്റ് കോൺഫിഡൻസ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ലാസ്റ്റ് വൺ ഡേ 41 രൂപ, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിൽ എക്സിറ്റ് എടുത്ത് പോന്നു. പക്ഷേ അന്ന് മാർക്കറ്റ് ആക്ച്വലി 1:2 ഹിറ്റ് ചെയ്ത് കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 5-10 മിനിറ്റ് നമുക്ക് എക്സിറ്റ് ടൈം അവിടെ തന്നതാണ്. നമ്മളവിടെ എക്സിറ്റ് എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് താഴത്ത് നമുക്കിവിടെ കാണാം. പ്രീ ഓപ്പൺ മാർക്കറ്റ് ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത് ഓർഡർ ബ്ലോക്കിനുള്ളിലായിരുന്നു. ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പണിംഗ് തന്നു. അതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ ബുള്ളിഷായിട്ട് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഏകദേശം 0.5% 100-120 പോയിൻറ്റിൻ്റെ ചേഞ്ച് തന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ബുള്ളിഷ് തന്ന സ്ഥിതിക്കും പ്ലസ് ഇവിടെ നമുക്ക് കാണാം ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റിന് മുകളിലേക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും എന്നാണ് നമ്മളുടെ തോന്നൽ. ഇതൊരു പിവോട്ട് പോയിന്റിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. എന്നിരുന്നാൽ പോലും ഓർഡർ ബ്ലോക്കിന് കൂടുതൽ വെയിറ്റേജ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം അത് അതേപോലെ തന്നെ പെരുമാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതും. ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അടുത്ത ഓർഡർ ബ്ലോക്കിലാണുള്ളത്. സോ ദാറ്റ് പതുക്കെയാണെങ്കിലും അതങ്ങോട്ടേക്ക് ചെന്ന് ടച്ച് ചെയ്തേക്കാം. ഇനി നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത് ഓൾമോസ്റ്റ് 1:1 ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 1:1 എവിടെയാണെന്ന് അതും കൂടെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെച്ചേക്കാം. നമ്മളുടെ ബൈ ആണ് ചെയ്തേക്കുന്ന 1:2 എന്ന് പറയുന്നത് 265.58 265.60 നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1:1 ഉള്ളത് 264.25 264.25 അതും കൂടി ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. 264.25 ഓക്കെ. അപ്പോൾ 1:1 ഇത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. യെസ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1:2 ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു, ഇങ്ങോട്ടേക്ക് ഇതാ 1%-ൻ്റെ ചേഞ്ച് അത്രമാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിന്ന് അതും കൊണ്ട് ഇങ്ങ് പോരാം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിലേക്ക് ചെല്ലും എന്നാണ് നമ്മൾ കരുതുന്നത്. ഒപ്പം ഇവിടെ ഹ്യൂജ് സ്റ്റോപ്പ് ലോസ് കിട്ടാനൊരു സാധ്യത, കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു സ്വിംഗ് ഹൈയും കൂടിയാണത്. ആ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ് മുകളിലേക്ക് കൊടുത്തേക്കാം. എനിവേ, അങ്ങനെയാണെങ്കിൽ ഈ ട്രേഡ് വലിയ താമസമില്ലാതെ ഒരു പക്ഷേ ക്ലോസ് ആയേക്കാം. പിവോട്ട് പോയിൻറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാഴ്ച, പിവോട്ട് പോയിൻ്റ് ഇതിൻ്റെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിനുള്ളിലാണുള്ളത്. അപ്പോൾ സപ്പോർട്ടിംഗ് പിവോട്ട് നമുക്ക് S1 ഉള്ളത് ഇവിടെ താഴത്താണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നോക്കാറുള്ള പോലെ ഈ രണ്ട് പോയിൻറ്റുകളുടെ മധ്യഭാഗം നോക്കിക്കഴിഞ്ഞാൽ ആ മധ്യഭാഗത്തിന് മുകളിലാണ് ഓപ്പൺ ചെയ്തതും താഴത്തെ ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുക്കുകയും ഇപ്പോൾ ആ മധ്യഭാഗത്തിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നു എന്നതുകൊണ്ടും അങ്ങോട്ട് തന്നെ പോകും എന്ന് നമുക്ക് കരുതാം. ഇനി ഒന്നുമല്ലെങ്കിലും നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഇവിടെ എൻട്രി എടുത്ത സ്ഥിതിക്ക് ഇനി നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുക, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റിലേക്ക് വെറുതെ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഏരിയയിൽ 1:1 അതൊരു സപ്പോർട്ട് എടുത്തതുപോലെ ഒരു കാഴ്ച അവിടെ കാണാം. ഇനി ഇവിടെ വന്ന് ഒരു ബ്രേക്കും കൂടെ തന്നു കഴിഞ്ഞാൽ വലിയൊരു മൂവ് മുകളിലേക്ക് വരാവുന്നതാണ്. അതർവൈസ് അങ്ങനെ വരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ഈ ക്യാൻഡലിൽ നല്ലൊരു മൂവാണ്, വലിയൊരു ഓളിയാണ് മുകളിലേക്ക് കാണിച്ചേക്കുന്നത്. 1 മിനിറ്റ് ക്യാൻഡലാണ്. സോ ദാറ്റ് ഒരു വട്ടം കൂടെ ഇവിടെ വന്ന് ഓർഡർ ബ്ലോക്കിൽ
ടച്ച് ചെയ്തിട്ടാവാം ഒരു പക്ഷേ മുകളിലേക്ക് പോവുക. കാരണം ഇവിടെ എടുത്തേക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് കിട്ടുമെങ്കിൽ മാർക്കറ്റ് അതും കൂടെ എടുക്കാനൊരു പരിശ്രമം നടത്തിയേക്കാം. നിഫ്റ്റി 50 കണ്ടിന്യൂസ്ലി മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നു. നമുക്ക് എന്തായാലും കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എങ്ങനെയെന്നൊന്നും നമുക്കറിയത്തില്ല. പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതും കൂടെ എടുത്തിട്ടേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എൻട്രി എടുക്കുന്ന സമയത്തില്ല, എടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നോക്കാൻ പോയി കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുക, നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ എക്സിറ്റ് എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഗോ ചാർട്ടിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടൊക്കെ കുറച്ച് പരിപാടികൾ നടത്തിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ദിവസങ്ങളിലെ ലോസിനകത്ത് ഈ പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കുറച്ചധികം സംഭാവന ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ നോക്കിയിരുന്ന് എൻട്രി എടുക്കാൻ നമ്മൾ വൈകിയതും എടുത്തതും ഒക്കെ ഈ ലോസുകൾ നമുക്ക് കുറച്ചധികം തരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. സോ ദാറ്റ് അതൊന്നും ഇപ്പോൾ നമ്മൾ തൽക്കാലം നോക്കുന്നില്ല. നമ്മൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നല്ല മനസ്സമാധാനമുണ്ട്. ആക്ച്വലി നമുക്ക് വേണ്ടത് ട്രേഡ് ഇപ്പോൾ ലോസ് ആണെങ്കിലും ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും അതിലൊന്നുമല്ല കാര്യം, മനസ്സമാധാനപരമായിട്ട് ആസ്വദിച്ചിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിലാണ് കാര്യം. സോ ദാറ്റ് നമുക്ക് ഈ ട്രേഡ് ഇനിയിപ്പോൾ 1:1 മുകളിൽ ക്ലോസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നമ്മുടെ 1:1 മുകളിൽ ക്ലോസിങ് തന്നു. സോറി, അത് 1 മിനിറ്റ് ക്യാൻഡിലാണ്. 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ക്ലോസ് ആവും. അപ്പോൾ അതവിടെ ക്ലോസിങ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് ഇത് നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിൻ്റാണ്. അത് നമ്മൾ കണ്ടെത്തിയേക്കുന്നത് നമ്മുടെ സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്ററാണിത്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ അടിച്ചു കൊടുത്തു, എൻട്രി എടുത്ത പ്രൈസ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു. അതേ പ്രൈസിൽ തന്നെ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് ടു ബ്രേക്ക് ഇവൻ വേണ്ടത് ഇത്രയാണെന്ന് കാണിക്കും. അപ്പോൾ 33 രൂപ നമുക്ക് ഈ ട്രേഡിൽ ചാർജസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. 34 കൂട്ടിക്കോളൂ. അപ്പോൾ 28 പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസിലേക്ക് എത്തും. ചാർജസ് എല്ലാം കഴിഞ്ഞിട്ട് 0 ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ആ പ്രൈസ്, അതായത് 30 പൈസയും കൂടെ കൂട്ടി വെച്ചാൽ നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് 263.25 എത്തും. അപ്പോൾ ഇനി വേണമെങ്കിൽ 1:1 കവർ ചെയ്ത സ്ഥിതിക്ക് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ 1:2 വെച്ചിട്ടുള്ളൂ. ഒപ്പം തന്നെ മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്കിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകാം. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ടാർഗറ്റ് വളരെ അടുത്തുമാണ്. ഇനി ഒരു സ്വിംഗ് തിരിച്ചു വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുമോ എന്നിട്ടായിരിക്കുമോ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടത്തേക്ക് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 261.65 അത് നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈയിങ് സ്റ്റോപ്പ് ലോസ് 261.65 അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ട്രയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാത്രം നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാം. 261.65. മോഡിഫിക്കേഷൻ നടക്കില്ല എന്നാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം ഒന്നും കൂടെ ശ്രമിക്കാം. ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ട്രിഗർ പ്രൈസ് ആണ് മാറ്റേണ്ടത്, നമ്മളിവിടെയാണ് മാറ്റിയത്, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ 261.65 അത് തന്നെയല്ലേ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്തേക്കാം. 261.65. ഓക്കെ, നമ്മളങ്ങോട്ട് മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമ്മൾ പതിവ് പോലെ കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നുള്ളൂ. 0.5% ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അതല്ല എങ്കിൽ 1% ആയിരുന്നു നമ്മൾ ഫസ്റ്റിലെ വെച്ചത്. അങ്ങനെ ചെയ്യാനുള്ള കാര്യം പല ദിവസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എൻട്രി എടുത്താലും ജസ്റ്റ് വന്നൊന്ന് തോണ്ടിയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ട്രേഡ്. കാരണം ഈ ഓർഡർ ബ്ലോക്ക് എന്തായാലും ഹിറ്റ് ചെയ്യുമെന്ന് നമുക്ക് അത്രയും കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഒരു കാര്യം അത്. 2, ഇനി ഏതെങ്കിലും വിധത്തിലുള്ളൊരു റെസിസ്റ്റൻസ് കാണിക്കുന്ന പിവോട്ട് പോയിൻ്റ് ഉള്ളത് അവിടെയാണ്. അപ്പോൾ അതവിടെ ചെന്ന് ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യത അതുമുണ്ട്.
രണ്ട്, ഇവിടെ നല്ല ലിക്വിഡേഷൻ മാർക്കറ്റിന് കിട്ടിയേക്കാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യതയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്കിവിടെ കണ്ടു നിഫ്റ്റി അതേ പ്ലേസിൽ പ്രീവിയസ് ഡേ ഹൈയിൽ അത് ഈ സ്വിംഗ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നത്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോക്കിലും അതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമ്മളുടെ എക്സിറ്റ് പോയിൻ്റ് അടുത്തെത്തിയിട്ട് നമുക്കിനി അപ്ഡേറ്റ് ചെയ്യാം. ഈ ട്രേഡ് ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് ചെന്ന ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഈ ട്രേഡിൽ ഇനി നമ്മൾ ലോസ് കൊടുക്കുന്നില്ല. 263.25 എന്ന് പറയുന്ന നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് നമ്മൾ ട്രയൽ ചെയ്യുവാണ്. 263.25 എന്നുള്ളത് 263.30 വെക്കാം. 263.30 നമ്മളങ്ങോട്ട് ട്രയൽ ചെയ്യുവാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ലോസ് ഇല്ല. ഇനി നമുക്ക് വേണ്ടത് ടാർഗറ്റ് ഹിറ്റാവണം. നമ്മളുടെ ഡേ ഹൈ വന്നേക്കുന്നത് 265.20 ടാർഗറ്റ് വരുന്നത് 265.60 40 പൈസയുടെ വ്യത്യാസം. നമുക്ക് ഹോൾഡ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടു കാണും നമ്മളുടെ ആ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ബ്രേക്കായി പോയി. കുഴപ്പമില്ല, കാരണം നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതും അടിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് മാർക്കറ്റ് എത്തുവാണ്. നിഫ്റ്റി 50 താഴെ പോയിട്ടില്ല, പക്ഷേ വിപ്രോ താഴെ പോയി. നമ്മൾ പക്ഷേ ഇന്നത്തെ ട്രേഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം ഇനി ഒരു ട്രേഡിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. നമുക്ക് ഇതങ്ങ് കൊടുത്തിട്ട് മനസ്സമാധാനമായിട്ട് ഇങ്ങ് പോരാം. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മറ്റുള്ള സ്റ്റോക്കുകൾ എങ്ങനെ വർക്ക് ചെയ്തു. 1:1 ഇവിടെ ട്രയൽ ചെയ്തിരുന്നത് നമുക്കത് കിട്ടുമായിരുന്നു. പക്ഷെ അതിലല്ല കാര്യം. നമുക്ക് 1:2 എടുക്കാമായിരുന്ന, ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തത്തെ ട്രേഡായിരുന്നു. സോ ദാറ്റ് ഇതിപ്പോൾ ഒരു മാനിപ്പുലേഷൻ ആവാം. ഇവിടെ വന്നിട്ട് ഇത് തിരിച്ച് പോയേക്കാം. പക്ഷേ നമ്മൾ ഇവിടെ ട്രയൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ട്രേഡ് നമ്മളിപ്പോൾ ലോസ് കൊടുത്തിട്ടുണ്ടാവും. കാരണം ലോ നിങ്ങൾക്ക് കാണാം 261.70 ആണ്. അതായത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമ്മൾ വെച്ചിരുന്നത് 65. അപ്പോൾ 5 പൈസയുടെ വ്യത്യാസത്തിൽ ഇവിടുന്ന് ഇനി എൻട്രി എടുത്താൽ അങ്ങോട്ട് പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല. കാരണം അവിടെ വന്നേക്കുന്ന വോളിയം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ വോളിയം ഡിഫറൻസ് കുറച്ച് ഹ്യൂജായിട്ട് തോന്നുന്നുണ്ട്. വോളിയം ലോഡാകാൻ കഴിഞ്ഞ ക്യാൻഡിലുകളെ അപേക്ഷിച്ച് ഭയങ്കര വലിയ വോളിയം ആ ഒരൊറ്റ ക്യാൻഡിലിൽ വന്നിരിക്കുന്നു. എന്തായാലും ഇപ്പം നമ്മൾ നെക്സ്റ്റ് എൻട്രി എടുക്കാത്തത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഒരു ദിവസം പല എൻട്രികൾ എടുക്കുന്ന ഒരു ശീലം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. നമ്മൾ കുറച്ചധികം എക്സ്പീരിയൻസ്ഡ് ആകേണ്ടതുണ്ട്. അതിന് മുന്നേ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന വന്നു കഴിഞ്ഞാൽ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാനസികമായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കോളജി കറക്റ്റാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രേഡ് ഇവിടെ വെച്ച് നിർത്തുന്നത് നമ്മുടെ ഡിസിപ്ലിനെ സ്ട്രിക്റ്റ് ആക്കാനായിട്ട്, മാനസികമായിട്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാനും ഒത്തിരി സഹായിക്കും. സോ ദാറ്റ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്കിനി ബാക്കിയുള്ള സ്റ്റോക്കുകളും കൂടെ ഒന്ന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. NTPC ഇന്ന് ഓപ്പൺ ചെയ്തത് ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്. അതിനുള്ളിൽ തന്നെ അത് നിലനിൽക്കുകയാണ്. ONGC ഓർഡർ ബ്ലോക്കിനുള്ളിൽ ഓപ്പൺ ചെയ്തു, അത് വെളിയിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റീടെസ്റ്റ് തരുവാണെങ്കിൽ ONGCക്കകത്ത് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു റിസ്ക് റിവാർഡ് അവിടെ തരും. നെക്സ്റ്റ് ലെവലിലേക്ക് 1:3 ആണുള്ളത്. അപ്പോൾ 1:2 എന്തായാലും അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി BPCL ആണെങ്കിൽ ഓർഡർ ബ്ലോക്കിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് മൂവ് ചെയ്തു, റീടെസ്റ്റ് തന്നു. ഇവിടെ തീർച്ചയായിട്ടും ഒരു എൻട്രി എടുക്കാവുന്ന അവസ്ഥയിൽ അത് വന്നിരുന്നു. സോ ദാറ്റ് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് 1:2 എബോ ആണ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്. സോ ദാറ്റ് 1:2 അവിടെ കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്കിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തു, അത് വെളിയിലേക്ക് റിജക്റ്റ് ചെയ്തു, റീടെസ്റ്റ് തന്നു. അവിടെ വെച്ച് ഒരാൾക്ക് അവിടെ എൻട്രി എടുക്കാവുന്നതാണ്. എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ വന്നേക്കുന്ന 1:1 കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്താൽ 1:2 അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ വിപ്രോ നമ്മളുടെ സ്റ്റോക്ക് നമ്മളിപ്പോൾ കണ്ടതാണ്, ടാർഗറ്റിനടുത്ത് വരെ കൊടുത്തതാണ്. പക്ഷേ അത് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എടുത്തു.
അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ജേണലും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ജേണൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഇതും കൂടെ കൂട്ടി നമ്മൾ ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് 189, 84 ദിവസം പ്രോഫിറ്റ്, 105 ദിവസം ലോസ്, 44% ടോട്ടൽ വിൻ റേഷ്യോ. ഈ മാസം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസം പ്രോഫിറ്റ്, 5 ദിവസം ലോസ് എന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. 50% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നമുക്ക് ഈ പറയുന്ന പോലെ ഈ മാസം അവസാനിക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റിൽ അവസാനിക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ഇവിടെ നോട്ട് നമ്മൾ എഴുതി പോകുന്നുണ്ട്. പണ്ട് ഇങ്ങനെ നോട്ട് എഴുതി വെക്കുന്നൊരു ശീലം ഇല്ലായിരുന്നു. അപ്പോൾ ഈ നോട്ട് ഇല്ല കമൻറ്റ് ഇവിടെ എഴുതി വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസങ്ങളിൽ എന്താണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുവാൻ വേണം. അതിന് ശേഷം നമ്മുടെ എക്സിറ്റിൽ ഇപ്പോൾ 1:1 നമുക്കിന്ന് വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ പോയിട്ട് ഈ ക്യാൻഡലിൻ്റെ ലോയിൽ നമുക്ക് 1:1 കിട്ടിയത് കൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 പോർഷൻ നമ്മുടെ കയ്യിലിരിക്കുമായിരുന്നു. അതായത് നാളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല, എന്ന് കിട്ടിയ 1 പോർഷൻ കൊടുത്താൽ മതിയാകുമായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1:2 ഹിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഇവൻ എക്സിറ്റ് എടുത്തു. അപ്പോൾ അതും 1:1 നമ്മൾ വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് 2 ദിവസവും കൂടെ 1:2 ഒരു ദിവസം കിട്ടിയതിൻ്റെ എഫക്റ്റ് ചെയ്തേനെ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആഫ്റ്റർ 200 ഡേയ്സ് ഇല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു വിശകലനം വെച്ചിട്ട് നമുക്ക് കറക്ഷൻ വേണ്ടിയത് ചെയ്തു പോകാം. പിന്നെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ ഇതുവരെ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് 62 ദിവസമായി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 53% വിൻ റേഷ്യോ അതിന് കിട്ടുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഇതൊക്കെ വിന്നായിട്ട് വന്നതാണ്. വേറുള്ള ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ മറ്റേ എന്താ പറയുക ഓർഡർ ഫ്ലോ ചാർട്ടൊക്കെ നോക്കിയിരുന്ന സമയം കളഞ്ഞൊക്കെ നമ്മൾ ലോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അല്ലായിരുന്നു എങ്കിൽ നമുക്കിവിടെ ഒരു 60% മുകളിൽ 70-നടുത്ത് ഒരു വിൻ റേഷ്യോ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഈ അനാലിസിസ് ഓഫ് പാരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോയി. അതൊക്കെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ 63 ഈ ഒരു മാസം നമുക്ക് വിൻ റേഷ്യോ ഓർഡർ ബ്ലോക്കിൽ കിട്ടിയിരുന്നു. ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ 56% കിട്ടിയിരുന്നു. ഈ ഒരു മാസം വന്നു കഴിഞ്ഞാൽ 53 എത്തിയിരിക്കുകയാണ്. സോറി, ഇത് ഓരോ മാസത്തെ സെപ്പറേറ്റഡ് കണക്ക് ഇതാണ് കേട്ടോ. ഫസ്റ്റ് മന്ത് 55, അടുത്ത മാസം 57, അതിൻ്റെ അടുത്ത മാസം ഇതാണ്. നമ്മൾ ആ ഓർഡർ ഫ്ലോ ചാർട്ട് എടുത്തത് ഈ ഡേറ്റിലാണ്, 17-ാം തീയതിയാണ്. അതിന് ശേഷമാണ് നമുക്ക് കുറച്ച് ലോസൊക്കെ കൂടുതൽ കിട്ടിയത്. കാരണം അത് നോക്കിയിരുന്ന സമയം പോയതിൻ്റെയാണ്. അപ്പോൾ ഒരു 42% വിൻ റേഷ്യോ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും പ്രോഫിറ്റിലായിരുന്നു നമ്മൾ. ഈ മാസം വന്നിട്ട് അത് തൽക്കാലം ഒഴിവായിട്ടുണ്ട്, കാരണം അതിൻ്റെ എക്സ്പയറി ആയി. സോ ദാറ്റ് ഇനി അത് പുതുക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ 50% വിൻ റേഷ്യോയിലാണുള്ളത്. ഇനി നമുക്കൊരു 9 ദിവസത്തോളം ട്രേഡിംഗ് ഡേയ്സും കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മികച്ച വിൻ റേഷ്യോയിലേക്ക് വരേണ്ടതാണ് ഇനി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റിലേക്ക് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.